ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു ഗൈസ്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അമ്മയുടെ അടുത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പൂജപ്പുരയിൽ നിന്ന് കയറി ഇനി എനിക്ക് ബസ് അടുത്തിനി കാട്ടാക്കടയിൽ പോകണം, കാട്ടാക്കട സ്റ്റാൻഡ്. അതുവരെ ഉള്ള യാത്രയാണ് ഗൈസ്. ഏകദേശം 1 മണിക്കൂർ വരെ എനിക്ക് ബസ്സിലിരുന്ന് പോകേണ്ടി വരും. പക്ഷെ വൈബാണ് ഗൈസ്. ആരും ഇല്ലാത്തതുകൊണ്ടുള്ള ബോറിങ്ങൊക്കെ ഉണ്ട്, എന്നാലും ഓക്കെയാണ് ഗെയ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബസ്സിലൊക്കെ പോണതും അങ്ങനെയൊക്കെ അതൊക്കെ കുറച്ച് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പം നല്ല കാറ്റുണ്ട് ഗെയ്സ്, ഇവിടെ നല്ല വൈബാണ് ഇവിടെ. എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഞാനിങ്ങനെ ഡെയിലി ഇതുപോലെയൊക്കെ വരുന്നത് കൊണ്ട് എനിക്കിപ്പം അത്ര ഇതില്ല. ഒന്നാമത്തെ എനിക്ക് പനിയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആസ്വദിക്കാനും തോന്നുന്നില്ല. കാരണം തണുപ്പടിക്കുന്നവരും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, കൈയും കാലൊക്കെ ഭയങ്കര വേദനയാണ്. ജിമ്മിൽ പോയിട്ട് വരുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, അല്ലെങ്കിൽ വേദനയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ പനി കാര്യങ്ങളും കൂടെ ആകുമ്പോഴത്തേക്കും ഗൈസ് സത്യം പറഞ്ഞാൽ ശോകമാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഗൈസ്, അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് കാറ്റ് ഗെയ്സ്, എന്തൊരു കാറ്റാണെന്നോ, മനുഷ്യനെ ഒന്ന് സംസാരിക്കാനോ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ കാറ്റ്. നോക്ക് ഗെയ്സ്, വടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ രാവിലെ ഒരു വകയും കഴിക്കാതെയാണ് ഗെയ്സ് ജിമ്മിൽ പോകണത്. ഇങ്ങനെ ഒന്നും കഴിക്കാതല്ല പോകണം. എന്നാലും ഈ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പാണ് ഗെയ്സ്. എന്ത് പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. വിശപ്പ് സഹിക്കാൻ പറ്റില്ല ഗെയ്സ്. ഇനി ഇവിടെ നിന്ന് വേണം ഇതിനടുത്ത് എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ. അങ്ങനെ ഗെയ്സ് നമ്മൾ കാട്ടാക്കട സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇനി എനിക്ക് പോകാനുള്ള ബസ് തേടണം ഗെയ്സ്. ഞാനിനി ഇവിടെ നിന്ന് നേരെ അമ്മയുടെ അടുത്താണ് പോകുന്നത്, പോങ്ങുമോട്. അപ്പം വലിയർത്തല ഒരിട്ടം വരെ ഈ ബസ്സിൽ കയറാം ഗെയ്സ്. ഇതാകുമ്പോൾ അങ്ങോട്ട് പോകുന്ന ബസ്സാണ്. ഇതിൽ കയറിയിട്ട് ബസ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു, കാരണം ബസ്സിൽ ആരും ഇല്ല, ഡ്രൈവറൊന്നും ഇല്ല ഗെയ്സ്. ഞാൻ പിന്നെ എപ്പോഴും ബാക്ക് സീറ്റിലേ ഇരിക്കാറുള്ളൂ. എനിക്കവിടെയാണ് സേഫ്റ്റി, കാരണം ആ ഒരു സൈഡ് വെയിലൊന്നും അടിക്കില്ല. അപ്പം ഞാൻ അതൊക്കെ ബേസ് ചെയ്താണ് ഒരിടത്ത് പോയി ഇരിക്കുന്നത്. ഞാൻ കുറച്ച് അങ്ങനെയാണ് ഗെയ്സ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ. എപ്പോഴും ബാക്കിലെ വീഴും. അങ്ങനെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇരിക്കുവാണ് ഗെയ്സ്. സത്യം പറഞ്ഞാൽ ബോറിങ്ങാണ്, കാരണം ബസ്സിൽ വരുമില്ല, ബസ് എടുക്കുന്നുമില്ല. സത്യം പറഞ്ഞാൽ ശോകമാണ് ഗെയ്സ്. അങ്ങനെ ഞാൻ അമ്മേരുടെ അടുത്തെത്തി. അങ്ങനെ അമ്മനെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഗെയ്സ്, എൻ്റെ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്ന്. അത് അമ്മ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്താണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് കമ്പി ഇടുന്ന പരിപാടിയാണ് ഗെയ്സ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, കമ്പി പൊട്ടിയത്. ഇനി കമ്പിയൊക്കെ ഇട്ട് ഇറങ്ങി ഗെയ്സ്. അങ്ങനെ കമ്പിയൊക്കെ ഇട്ട് ഇറങ്ങി. ഇനി അടുത്ത് പോകേണ്ടത് ഹോസ്പിറ്റലിലാണ്. മരുന്നൊക്കെ വാങ്ങിക്കണം. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് പോകേണ്ടത് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഗീസ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഗീസ്. അമ്മയാണ് നമ്മുടെ ആൾ. കുറേ ദിവസം അമ്മയുടെ അവിടെയൊക്കെ വണ്ടിയിലൊക്കെ പോയിട്ട് അങ്ങനെ ത്രില്ലടിച്ച് പോവുകയാണ്. ബസ് കഴിഞ്ഞെടുത്ത് അമ്മയുടെ കൂടെ സ്കൂട്ടിയിൽ. സത്യം പറഞ്ഞാൽ ഫുള്ളാ കാറ്റാണ്. എനിക്ക് കുറച്ച് ഒരു എൻജോയ്മെൻറ്റാണ്, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ബട്ട് ചില ടൈമിൽ നമുക്ക് ഇതൊന്നും ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അതാണ് ശരിക്കും പറഞ്ഞ ഒരു കാര്യം. ഞാൻ ചിരിക്കുന്നൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമുള്ള ഫീലിങ്സാണ് ഗേസ്. അത് എന്താ പറയുക, എന്തോ എനിക്കൊട്ടും ഒരു ഇതാവുന്നില്ല. കാരണം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവാം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ യാത്ര. ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ത്രില്ലുള്ള ആളായിരുന്നു. അങ്ങനെ ഇത് ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇത് കാണാൻ തന്നെ അറിയാം, കുന്നും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയണത്. ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് വരണത് ഗെയ്സ്. വേറെ വഴി കൂടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ നിന്ന് വന്നപ്പോൾ പുതിയ വഴിയൊക്കെ അമ്മ കണ്ടുപിടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷെ പ്ലേസ് സെറ്റാണ്, നല്ല സ്ഥലങ്ങളാണ്, കണ്ടൊക്കെ പോകാണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുവാണ് ഗെയ്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ ബിവറേജ് പോലും ഇത്രയും ക്യൂ കാണത്തില്ല, അമ്മാതിരി ക്യൂ. അങ്ങനെ തള്ളി ഉന്തി കുറച്ച് ഭാഗം അകത്തോട്ടെത്തി.
അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗേസ്. OP ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇതോ ആ കാണുന്ന വാർഡില്ലേ, അവിടെ കുറച്ച് നാൾ ഞാൻ 2 ആഴ്ചത്തോളം ഞാൻ അവിടെ കിടന്നതാണ് ഗേസ്. അങ്ങനെ അമ്മയായിട്ട് കിടന്ന് ഡയലോഗൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. കാണുമ്പോൾ ഭയങ്കര തിരക്കാണ് ഗേസ് ഇവിടെ. പിന്നെ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ്. എനിക്കെന്തോ ഹോസ്പിറ്റൽ ഒട്ടും ഇഷ്ടമല്ല. എല്ലാവർക്കും ഹോസ്പിറ്റൽ ഇഷ്ടമല്ല, ബട്ട് എനിക്ക് അടുത്ത സ്മെല്ലും കാര്യങ്ങളൊന്നും അത്ര ഡൈജസ്റ്റ് ആവത്തില്ല. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ച് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് കേസ്. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങുക അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേസ്. നമ്മളിനി വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി കേസ് നമ്മൾ ഇവിടെ വീട്ടിലോട്ട് പോവുകയാണ്. ഡോക്ടർ ഓരോന്ന് പറയണ കേട്ടിട്ട് അമ്മയ്ക്ക് കലി വന്നു. അമ്മ ഭയങ്കര ഇതിലായിട്ടിരിക്കുകയാണ് കേസ്. സംഭവമെല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. എന്നാലും അമ്മയ്ക്കൊരു വിഷം. അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു തളിപ്പൊക്കെ കാണിച്ച് വെയിറ്റൊക്കെ ഇട്ടിരിക്കുവാണ്. വെറുതെ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ വരുത്തി വെക്കുന്നതാണ്. അതിന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് നിൽക്കുന്ന അമ്മയെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. സത്യം പറഞ്ഞാൽ അവരെ ഞാൻ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് വണ്ടിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയണം. അങ്ങനെ ചെയ്യാത്തത് ഇങ്ങനെ ചെയ്യുന്നത്, മഴ നനയണോണ്ടാണ് ഇങ്ങനെ പറയണത്, നിനക്ക് കുട കൊണ്ട് പൊക്കൂടെ, തൊപ്പി വെക്കാതെ പൊക്കൂടെ. അമ്മ സത്യം പറഞ്ഞാൽ ബോറടിപ്പിച്ച് കേസ്. ഞാൻ എന്നാലും ഒന്നും മൈൻഡില്ല. ഞാൻ എല്ലാം ആക്കി ഇട്ടങ്ങ് ഇരിക്കും കേസ്. എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനും ഇല്ല. നമ്മളായിട്ട് ചെയ്ത് വെച്ചതല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാം കേട്ടിരിക്കുക, അല്ലാതെ വേറെ ഒരു വഴിയില്ല കേസ്. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. വീടെത്താറായിട്ട് അമ്മയുടെ വാ അടയ്ക്കുന്നില്ല. അങ്ങനെ വീടെത്താറായി കേസ്. വളച്ചൊക്കെ പോവാണ്. അമ്മ ഭയങ്കര റൈഡർ കണ്ണാപ്പിയാ, പറപ്പിച്ചൊക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട് കേസ്. വീടെത്താറായി കേസ്. അങ്ങനെ ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരാൾ അവിടെ കാണും കേസ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ അവിടെ എത്തുമ്പോൾ നമ്മളെ കാത്തൊരാൾ അവിടെ നിൽക്കും. എൻ്റെ അമ്മൂമ്മയാണ്. നമ്മളെവിടെ പോയാലും നമ്മളെ കാത്തവിടെ നിൽക്കും കേസ്. അമ്മ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മ ഒരു 100 ചോദ്യം ചോദിക്കും. എന്തിനായി മക്കളെ, ഡോക്ടർ എന്തോന്ന് പറഞ്ഞ്? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാതെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.